ശബരിമല വികസനം കേരളത്തിന്റെ വികസനമായി തന്നെ കാണണമെന്ന് ടി.കെ. നായർ. ലോക അയ്യപ്പ സംഗമം മുൻനിർത്തി കൈരളി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക അയ്യപ്പ സംഗമം ശബരിമലയിലെ വികസനത്തിന് മുൻഗണന നൽകണമെന്ന് ടി.കെ. നായർ പറഞ്ഞു. ശബരിമലയുടെ വികസനം കേരളത്തിൻ്റെ വികസനമാണ്, ഒരു സംശയമില്ല. അത് പറയുന്നതുകൊണ്ട് ഞാനൊരു ശബരിമല ഭക്തനായതുകൊണ്ട് പറയുകയല്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നു. കാര്യം അതിൻ്റെ നോക്കിയാൽ മതിയല്ലോ. ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ വളരെ ഭൗതികമായ കാര്യങ്ങൾ എടുക്കൂ. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ മെറ്റീരിയലിസ്റ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് വേണ്ടി സർക്കാർ ചെയ്യുന്നതിൻ്റെ കൂടുതൽ ഒരു പക്ഷേ ആ പിൽഗ്രിമേജ് കൊണ്ട് സർക്കാരിനും നാളെ പൊതുവെ കിട്ടിയെന്ന് നയിക്കാം. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായിരുന്ന ടി.കെ. നായരെ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്ന ഹൈപ്പവർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2018 ശബരിമലയിലെ ഉപദേശക സമിതി ചെയർമാനായിരുന്നു അദ്ദേഹം. അക്കാലത്തെ അനുഭവങ്ങൾ മുൻനിർത്തി ശബരിമല വികസനം പരമപ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു ശബരിമലയുടെ നാനാവിധത്തിലുള്ള വികസനത്തിനും ആവശ്യമായ അഭിപ്രായങ്ങൾക്ക് പുറമേ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് പുറമേ അതിന് ആവശ്യമായ വിഭവ സമാഹരണത്തിനും ഇത് സഹായിക്കുന്നെങ്കിൽ വളരെ നല്ല കാര്യം. ശബരിമലയുടെ മതനിരപേക്ഷ സ്വഭാവം ഇന്നത്തെ അശാന്തമായ ലോകത്തിനു മുന്നിൽ ഉയർത്തി കാണിക്കാവുന്നതാണെന്നും ടി.കെ. നായർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല, പുറത്തുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങൾ എടുത്താലും ഈ ഒരു ആശയമല്ല, ഈ ഒരു റിയാലിറ്റി അത് വാസ്തവത്തിൽ ലോകത്തിന് മുഴുവനും സ്വീകാര്യമായിട്ടുള്ളതാണ്. ശാന്തിയും സമാധാനവും ടോളറൻസ്, ഇതാണല്ലോ ഇതിൻ്റെ അടിയിലുള്ളത്. ഇയാൾ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഹിന്ദു ആരായിക്കോളും, ഇയാൾ ശബരിമല എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഒരു വികാരമാണ് എല്ലാവരിലും ഉണ്ടാവുക. തീർച്ചയായിട്ടും വളരെ അധികം ക്രിസ്ത്യാനികൾ ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ജീവിച്ചത്. അപ്പം നമുക്കൊക്കെ അറിയാൻ സാധിക്കും. കേരളത്തിൽ അങ്ങനെ ഒരു ചിന്തയില്ല, തീർച്ചയായിട്ടും ഇല്ല. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കാരണമാണ് അതുള്ളത്. കൈരളി ന്യൂസ് കൺസൾട്ടന്റ് N.P. ചന്ദ്രശേഖരനുമായി ടി.കെ. നായർ നടത്തിയ അഭിമുഖം ശനിയാഴ്ച വൈകിട്ട് 6:30 കൈരളി ന്യൂസ് സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, കൈരളി.